ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് കുലുക്കി സർബത്ത് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിന് വേണ്ടത് ഷുഗർ സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും ചേർത്തു. ഇനി തീ കത്തിച്ചിട്ട് അത് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി കിട്ടും. ഇത് 1 സ്ട്രാൻഡ് അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് മിക്സ് ആയാൽ മാത്രം മതി. നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ, അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയുമാണ്. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് പറയാനൊന്നും മറക്കരുത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഈ കുലുക്കി സർബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. ഞാനിതൊരു സിമ്പിൾ മെത്തേഡിലാണ് കാണിച്ചത്. നമുക്കിതിനകത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ലൈക്ക് പൈനാപ്പിൾ അല്ലെങ്കിൽ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, പല ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേസ് ആയിട്ടുള്ളതാണ് ഞാനിന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് കുലുക്കി സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഇത് അകത്ത് ഒഴിച്ച് ഷേക്ക് ചെയ്യുന്നതാണ് സൗകര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ജാറ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ മുകളിൽ വേറൊരു ഗ്ലാസ് വെച്ചിട്ടും ഷേക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയാണ്. നമ്മളൊരു നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയുള്ളൊരു ചെറിയ പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കുലുക്കി സർബത്തൊക്കെ കുടിക്കുമ്പോൾ അതിൽ നാരങ്ങ കിടക്കുന്നതായിട്ടില്ലേ, എന്നിട്ട് ബാക്കിയുള്ളതാണെങ്കിൽ ഞാൻ അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുകയാണ്. ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർക്കുന്നത്, ഫുള്ള് പിഴിഞ്ഞ് ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാരണം ഇതെന്ന് പറഞ്ഞാൽ സബ്ജ സീഡ്സ് ആണ്. നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അത് ഒരു സ്പൂണാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണം. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വേറൊരു സാധനം. കടയിൽ ചോദിച്ചാൽ നമുക്കിത് കിട്ടും. സബ്ജ സീഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് ഐസ് വാട്ടറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഷുഗർ സിറപ്പ് അല്ലാതെ എല്ലാ സാധനങ്ങളും നല്ല തണുപ്പിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുടിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് നമ്മുടെ ശരീരത്തിന് കിട്ടും. ഇതിലേക്ക് കുറച്ച് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടത്തിന് ചേർത്ത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കഴിക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷേ നല്ല ഒരു കൂളിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിറയെ ഐസ് ചേർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നല്ല എരിയുള്ള ഒരു പച്ചമുളക് അറ്റം ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട്, ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇത് അടച്ചു വെച്ച് എനിക്കിവിടെ മുകളിൽ ജാറിന് മുകളിലൊരു ഹോൾ ഉള്ളത് കൊണ്ട് ഞാനത് അടച്ചു പിടിച്ചിട്ടാണ് ഷേക്ക് ചെയ്യുന്നത്. നല്ലപോലെ ഷേക്ക് ചെയ്യുക, നല്ലപോലെ ഷേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കണ്ടിട്ടില്ലേ നല്ലപോലെ ഷേക്ക് ചെയ്യണം. പേര് തന്നെ കുലുക്കി സർബത്ത് എന്ന് തന്നെയാണ്. അപ്പോൾ നല്ലപോലെ ഷേക്ക് ചെയ്യുക. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ചൂട് സമയമല്ലേ, അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഞാനിത് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ. ബൈ ബൈ.